വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ CRT ചാപ്റ്ററാണ്. കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് രാസഗതികം എന്നാണ്. ബാക്കി 4 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ബയോളജിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ CRT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PSC പഠിക്കുന്നവർക്കായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും സിലബസ് വൈസ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിലബസ് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ CRT ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതിൽ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? രാസഗതികം എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമുക്കറിയാം ഭൗതികമായിട്ടും രാസമാറ്റമൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നോക്കിയേ, ഇന്ന് എന്താ കറി നല്ല മണം വരുന്നുണ്ടല്ലോ എന്ന് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ വീടുകളിലെ അടുക്കള ഒരു രസതന്ത്രശാലയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിരവധി ഭൗതിക രാസമാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. നോക്കിയേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐസ് ഉരുകുന്ന പ്രക്രിയയിൽ എന്ന് പറയുന്നത് ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? ഭൗതിക മാറ്റം അല്ലെങ്കിൽ രാസമാറ്റം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പറഞ്ഞതാണ് അല്ലേ. ഭൗതിക മാറ്റം എന്ന് വെച്ചാലും എന്താണ് രാസമാറ്റം എന്ന് വെച്ചാൽ എന്താണ്? ഭൗതിക മാറ്റം എന്ന് വെച്ചാൽ പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാകില്ല. രാസമാറ്റം എന്ന് വെച്ചാൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരിക്കും. ഇപ്പം ഐസ് ഉരുകുന്നതെന്ന് പറയുമ്പോൾ ഐസ് ഉരുകിയിട്ട് വെള്ളമായിട്ട് മാറും. ഈ വെള്ളം നമുക്ക് ഐസ് ഉരുകുന്ന അത് വെള്ളമായിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതേ പദാർത്ഥം തന്നെയല്ലേ. പുതിയ പദാർത്ഥം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയാം, ഇത് ഭൗതിക മാറ്റമാണ് എന്ന് പറയാം അല്ലേ. ഭൗതിക മാറ്റമാണെന്ന് പറയാം. ഇനി വിറക് കത്തുന്നത് അല്ലേ. വിറക് കത്തുമ്പോൾ എന്ത് സംഭവിക്കും? വിറക് കത്തുമ്പോൾ താപം, പ്രകാശം എന്നിവയോടൊപ്പം എന്തും കൂടി ഉണ്ടാകുന്നുണ്ട് അവിടെ? ചാരം ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ചാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ പദാർത്ഥം ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ പുതിയ പദാർത്ഥം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? ഏത് മാറ്റമായിരിക്കണം? രാസമാറ്റമായിരിക്കണം അല്ലേ. വിറക് കത്തുന്നത് എന്താണ്? രാസമാറ്റമാണ്. ഇനി പാൽ തൈരാകുന്നു. പാൽ തൈരായിട്ട് മാറാണ് അല്ലേ. പാൽ തൈരാകുമ്പോൾ പാലിൻ്റെ ഗുണങ്ങളിലൊക്കെ മാറ്റം വരും അല്ലേ. എന്നിട്ടാണ് തൈരായിട്ട് മാറുന്നത്. അപ്പോൾ അതിന് വീണ്ടും നമുക്ക് പാലാക്കി മാറ്റാനായിട്ട് പറ്റുമോ? പാൽ തൈരായി മാറി. ഇനി ഈ തൈരിന് നമുക്ക് വീണ്ടും പാലാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ? ഇല്ല, മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? പാൽ തൈരാകുന്നത് എന്താണ്? രാസമാറ്റമാണെന്ന് പറയാം അല്ലേ. രാസമാറ്റമാണെന്ന് പറയാം. ഭൗതിക മാറ്റമാണെന്നുണ്ടെങ്കിൽ പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. രാസമാറ്റമാണെന്നുണ്ടെങ്കിലോ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തിരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു. എന്നിട്ട് വീണ്ടും നമുക്ക് പഞ്ചസാരയായിട്ട് മാറ്റാനായിട്ട് സാധിക്കോ? എങ്ങനെയാണ് സാധിക്കുക? പഞ്ചസാരയെ നമുക്ക് ബാഷ്പീകരണം വഴി നമുക്ക് തിരികെ ലഭിക്കും. അതിനാൽ തന്നെ നമുക്ക് എന്ന് പറയാം, ഇതിനെ ഭൗതിക മാറ്റമാണെന്ന് പറയാം അല്ലേ. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമ്പോൾ പഞ്ചസാരയുടെ തന്മാത്രകൾ അതിൽ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇത് നമുക്ക് ബാഷ്പീകരണം വഴി നമുക്ക് ഈ പഞ്ചസാര തിരികെ ലഭിക്കാനായിട്ട് സാധിക്കും. അതിനാൽ തന്നെ നമുക്ക് പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് എന്ത് മാറ്റമെന്ന് പറയാം? ഭൗതിക മാറ്റമാണെന്ന് പറയാം. ഇനി വെള്ളം തിളയ്ക്കുന്നത് എന്താണ്? ഭൗതിക മാറ്റമാണ് അല്ലേ. കാരണം എന്താണ്? വെള്ളം തിളയ്ക്കുന്നത് ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്കുള്ള മാറ്റം മാത്രമാണ് അല്ലേ. വെള്ളം തിളയ്ക്കുന്നത് നമുക്ക് വീണ്ടും അല്ലേ, വെള്ളം തന്നെയല്ലേ, അവിടെ പുതിയതായിട്ട് പദാർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല അല്ലേ. അപ്പോൾ അതിനാൽ തന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? ഭൗതിക മാറ്റമാണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഐസ് ഉരുകുന്നതിൻ്റെ ഭൗതിക മാറ്റമാണ്. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് എന്താണ്? ഭൗതിക മാറ്റമാണ്. വെള്ളം തിളയ്ക്കുന്നത് എന്താണ്? ഭൗതിക മാറ്റമാണ്. ഇനി വിറക് കത്തുന്നു, പാൽ തൈരാകുന്നു, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനാൽ തന്നെ അതെന്താണ്? രാസമാറ്റമാണ്. രാസപ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും നിത്യജീവിതത്തിൻ്റെയും അവിഭാജ്യ ഘടകമാണ്. ഇന്ധനങ്ങൾ കത്തിക്കുക, അയണിൻ്റെ സ്മെൽറ്റിംഗ്, ഗ്ലാസും മൺപാത്രങ്ങളും നിർമ്മിക്കുക, വൈൻ, ചീസ് എന്നിവ തയ്യാറാക്കുക തുടങ്ങിയ രാസപ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി അറിയപ്പെടുന്നവയാണ്. ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രങ്ങളിലും ജീവജാലങ്ങളിലും സംഭവിക്കുന്ന സങ്കീർണമായ പ്രക്രിയകളിൽ നിരവധി രാസപ്രവർത്തനങ്ങളുണ്ട്. ഒന്നോ അതിലധികമോ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ദ്രവ്യത്തിനുണ്ടാകുന്ന മാറ്റമാണ് രാസമാറ്റം. നമ്മൾ പറഞ്ഞു അല്ലേ. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണെന്ന് പറയുന്നത് രാസമാറ്റം എന്ന് പറയുന്നത്. ഒന്നോ അതിലധികമോ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ദ്രവ്യത്തിനുണ്ടാകുന്ന മാറ്റത്തെയാണ് രാസമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പരീക്ഷണങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം.
ഒരു സ്പാച്ചുലയിൽ കുറച്ച് പഞ്ചസാരയുടെ ഫോർമാറ്റ് എന്താണ്? C12H22O11 ആണ്. എടുത്തിട്ട് ഈ ബൻസൺ ബർണറിൽ ചൂടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് ഇതിൽ നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട്? എന്താണ് എടുത്തേക്കുന്നത്? പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര എടുത്തിട്ട് ചൂടാക്കാൻ പറയുകയാണ്. അപ്പോൾ ലഭിച്ച ഉൽപ്പന്നത്തിൻ്റെ നിറം എന്തായിരിക്കും? ഈ പഞ്ചസാരയുടെ കളർ മാറിയിട്ട് എന്തായിട്ട് മാറും? കറുപ്പ് കളറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ലഭിച്ച ഉൽപ്പന്നത്തിൻ്റെ നിറം എന്താണ്? കറുപ്പാണ്. ഇനി ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോഡിയം കാർബണേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തിട്ടുണ്ട്, HCl ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോഡിയം കാർബണേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്? എന്താണ് നിങ്ങളുടെ നിരീക്ഷണം എന്ന് പറയുന്നത്? അവിടെ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. ഒരു ടെസ്റ്റ് ട്യൂബിലെ 2-3 ml ലെഡ് അസറ്റേറ്റ് ലായനിയിലേക്ക് 2-3 ml പൊട്ടാസ്യം അയഡൈഡ് ലായനി ചേർക്കുക എങ്കിൽ ലഭിച്ച ഉൽപ്പന്നം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായിരിക്കും? ലഭിച്ച ഉൽപ്പന്നം ടെസ്റ്റ് ട്യൂബിൽ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? നോക്കി, ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഏതാ കളറ്? മഞ്ഞ കളറാണ് അല്ലേ? മഞ്ഞ കളറാണ് ഇവിടെ കണ്ടത് അല്ലേ? ഇനി ഒരു ടെസ്റ്റ് ട്യൂബിൽ അയൺ സൾഫൈഡ് എടുക്കുക. അതിലേക്ക് 2-3 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തിട്ട് ചൂടാക്കാം. ഓക്കെ, അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് അയൺ സൾഫൈഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തിട്ടുണ്ട് 2-3 ml. എന്നിട്ട് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ലഭിക്കുന്നുണ്ടായിരിക്കുക? അവിടെ ഉണ്ടാകുന്ന ഗന്ധം പരിചിതമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഉണ്ടായിരിക്കാം? സൾഫറാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഇനി മുകളിൽ കൊടുത്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കുക. ആദ്യത്തെ പരീക്ഷണത്തിൽ പഞ്ചസാരയ്ക്ക് നിറവ്യത്യാസമുണ്ടായി. രണ്ടാമത്തെ പരീക്ഷണത്തിൽ എന്തായിരുന്നു? രണ്ടാമത്തെ പരീക്ഷണത്തിൽ എന്താ സംഭവിച്ചത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായെന്ന് പറഞ്ഞു അല്ലേ? മൂന്നാമത്തെ ഇതിലാണെന്നുണ്ടെങ്കിൽ മഞ്ഞ കളറിലുള്ള ഒരു അടിയിലായിട്ട് കാണപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നാലാമത്തേൽ സൾഫർ ഉണ്ടായെന്ന് പറഞ്ഞു. ഇനി വിവിധ തരം രാസപ്രവർത്തനങ്ങളുടെ ഫലമായി നിറവ്യത്യാസത്തിൻ്റെയോ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകത്തിൻ്റെയോ അനുഭവപ്പെടുന്ന ഗന്ധത്തിൻ്റെയോ അവക്ഷിപ്തപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെയോ അടിസ്ഥാനത്തിൽ രാസമാറ്റം തിരിച്ചറിയാനാകുമെന്ന് മനസ്സിലാക്കാം. ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാസപ്രവർത്തനങ്ങളെ എങ്ങനെയെല്ലാം വർഗീകരിക്കാനായിട്ട് കഴിയുമെന്ന് നോക്കാം. അപ്പോൾ എന്താ പറയുന്നത്? രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നിറവ്യത്യാസത്തിൻ്റെ അല്ലെങ്കിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകത്തിൻ്റെ അല്ലെങ്കിൽ ഗന്ധത്തിൻ്റെ അല്ലെങ്കിൽ അവക്ഷിപ്തപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് രാസമാറ്റമാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബീക്കറിൽ കുറച്ച് നീറ്റ് കക്ക എടുക്കുക. അതിലേക്ക് കുറച്ച് ജലം ഒഴിക്കുക. ബീക്കറിനെ പുറത്ത് തൊട്ട് നോക്കുക എങ്കിൽ എന്തായിരിക്കും അവിടെ നിരീക്ഷണം? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ബീക്കർ എടുത്തു, അതിലേക്ക് കുറച്ച് നീറ്റ് കക്ക ഇട്ടു അല്ലേ? നീറ്റ് കക്ക ഇട്ട് അതിലേക്ക് കുറച്ച് ജലം ഒഴിച്ചു എങ്കിൽ ബീക്കറിനെ പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം? ഇവിടെ കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന സംയുക്തമാണ്. കൂടാതെ ഇതൊരു താപമോചക പ്രവർത്തനവുമാണ്. അപ്പോൾ നമുക്ക് അവിടെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് അനുഭവപ്പെടും. അതായത് ഇവിടെ എന്താ സംഭവിച്ചത്? കാൽസ്യം ഓക്സൈഡ് ജലവുമായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സംയുക്തം ഉണ്ടായി അല്ലേ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സംയുക്തം ഉണ്ടായി. എന്തുകൊണ്ടായിരിക്കും അവിടെ ചൂട് അനുഭവപ്പെട്ടത്? ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു താപമോചക പ്രവർത്തനമാണ്. അതിനാലാണ് അവിടെ ചൂട് അനുഭവപ്പെട്ടത്. ഓക്കെ, അപ്പോൾ കാൽസ്യം ഓക്സൈഡ് എന്ത് സംഭവിച്ചു? ജലവുമായിട്ട് പ്രവർത്തിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എന്താണ് കിട്ടിയത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടി. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഇതെന്ന് പറയുന്നത് ഒരു താപമോചക പ്രവർത്തനമാണ് എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ചുണ്ണാമ്പ് വെള്ളം കിട്ടി അല്ലേ? ഇനി പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതി നോക്കൂ. എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഴുതിയില്ലേ? നാം ആദ്യം തന്നെ എഴുതി. അപ്പോൾ അതാണ് അവിടുത്തെ രാസസമവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ നോക്കിയേ, കാൽസ്യം ഓക്സൈഡും ജലവുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി എന്ന് പറഞ്ഞു അല്ലേ? എന്താണ്? ചുണ്ണാമ്പ് വെള്ളം അല്ലേ? ചുണ്ണാമ്പ് വെള്ളമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലേ?
ഇനി മറ്റൊരു രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം ചൂടെ നൽകിയിട്ടുണ്ട്. N2+3H2 gives 2NH3. എന്താണ് NH3 എന്ന് വെച്ചാൽ എന്താണ്? അമോണിയാണ് അല്ലേ? അമോണിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങളാണ് സംയോജിച്ചിരിക്കുന്നത്? ഏതൊക്കെ പദാർത്ഥങ്ങളുണ്ട് ഇവിടെ? നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട് അല്ലേ? നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് വരുന്നത് എന്താണ്? അഭികാരകങ്ങളാണ്. അതുപോലെ തന്നെ കിട്ടുന്ന പ്രൊഡക്റ്റിന് നമുക്ക് എന്താ പറയുക? ഉൽപ്പന്നങ്ങൾ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഏതൊക്കെ പദാർത്ഥങ്ങളാണ് സംയോജിച്ചിട്ടുള്ളത്? നൈട്രജനും ഹൈഡ്രജനാണ്. പ്രവർത്തന ഫലമായി ലഭിച്ച ഉൽപ്പന്നം ഏതാണ്? അമോണിയാണ് അല്ലേ? അമോണിയാണ് നമുക്കിവിടെ ലഭിച്ചത് അല്ലേ? അമോണിയാണ് ലഭിച്ചത്. ഓക്കെ, ഇനി വേറൊരു പ്രവർത്തനം നോക്കാം. സൾഫർ ഡൈ ഓക്സൈഡും ഓക്സിജനും കൂടി പ്രവർത്തിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? സൾഫർ ട്രൈ ഓക്സൈഡ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അല്ലേ? 2SO2 + O2 gives 2SO3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചത്? അല്ലേ? ഇവിടെ ഒരു സൾഫർ ഡൈ ഓക്സൈഡും ഒരു ഓക്സിജനും കൂടി പ്രവർത്തിച്ചപ്പോൾ ഒരു പുതിയ സംയുക്തം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നേരത്തെ അമോണിയയുടെ കേസിൽ എന്ന് പറഞ്ഞു നൈട്രജനും ഹൈഡ്രജനും കൂടി പ്രവർത്തിച്ചിട്ടാണ് അമോണിയ ഉണ്ടായെന്ന് പറഞ്ഞു. ഇങ്ങനെ രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങളോ സംയുക്തങ്ങളോ തമ്മിൽ സംയോജിച്ച് ഒരു പുതിയ സംയുക്തം ഉണ്ടാകുന്ന പ്രവർത്തനത്തെയാണ് സംയോജന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ സംയോജന രാസപ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ, അതായത് നമ്മൾ സൾഫർ ഡൈ ഓക്സൈഡും ഓക്സിജനും കണ്ടു അല്ലേ? ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് ഒരു പുതിയ സംയുക്തം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സംയോജന രാസപ്രവർത്തനം എന്ന് പറയും. കോണിക്കൽ ഫ്ലാസ്കിൽ 3 ഗ്രാം അമോണിയം ഡൈക്രോമേറ്റ് എടുത്ത് ഫ്ലാസ്കിൻ്റെ വായ്ഭാഗം പഞ്ഞി അടച്ചതിന് ശേഷം ചൂടാക്കുക. എന്ത് മാറ്റമാണ് നിരീക്ഷിച്ചത്? എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അമോണിയം ഡൈക്രോമേറ്റ് താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ ക്രോമിയം ട്രൈ ഓക്സൈഡ്, ജലബാഷ്പം, നൈട്രജൻ എന്നീ പദാർത്ഥങ്ങളായി മാറുന്നു. അമോണിയം ഡൈക്രോമേറ്റ് താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ എന്ത് സംഭവിക്കും? ക്രോമിയം ട്രൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ജലബാഷ്പം, നൈട്രജൻ എന്നീ പദാർത്ഥങ്ങളായിട്ട് മാറുന്നു. ഇനി ചുവടെ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങൾ പരിശോധിക്കുക. ഇതിൽ ലഭിച്ച പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 2PNO3 ട്വേസ് എന്ന് വെച്ചാൽ എന്താണ്? ലെഡ് അല്ലേ? ലെഡ് നൈട്രേറ്റ് അല്ലേ വരുന്നത്? ലെഡ് നൈട്രേറ്റ്. അതുപോലെ തന്നെ ഇത് ലെഡ് നൈട്രേറ്റ് എങ്ങനെയാണ്? കാൽസ്യം കാർബണേറ്റ്. ഇവിടെ ലെഡ് നൈട്രേറ്റ് ഉണ്ടാകുന്ന രാസപ്രവർത്തനം പറഞ്ഞു. അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് ഉള്ള രാസപ്രവർത്തനം പറയുന്നുണ്ട് അല്ലേ? വിഘടനത്തിന് വിധേയമായ പദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? വിഘടനത്തിന് വിധേയമായ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ലെഡ് നൈട്രേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ലെഡ് നൈട്രേറ്റിൽ ലെഡ് ഡയോക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ട്, പിന്നെ ഓക്സിജൻ ഉണ്ട് അല്ലേ? ലെഡ് നൈട്രേറ്റിൽ എന്തൊക്കെയാണുള്ളത്? ലെഡ് ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇനി കാൽസ്യം കാർബണേറ്റ് ആണെന്നുണ്ടെങ്കിലോ കാൽസ്യം ഓക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതാണ് ഇവിടുത്തെ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ഈ വിഘടനത്തിന് വിധേയമായ പദാർത്ഥങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ ഏതൊക്കെ വരാം? ലെഡ് നൈട്രേറ്റിലാണെന്നുണ്ടെങ്കിൽ ലെഡ് ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. ഇനി അത് നമ്മൾ കാൽസ്യം കാർബണേറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരും കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും വന്നോ. ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ലെഡ് നൈട്രേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? കാൽസ്യം കാർബണേറ്റ് ഉണ്ടെന്നും പറഞ്ഞു. ഓക്കെ, ഒരു സംയുക്തം വിഘടിച്ച് രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തെയാണ് വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഒരു സംയുക്തം വിഘടിച്ച് രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തെയാണ് വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് കോപ്പർ കാർബണേറ്റ് എടുത്ത് ചൂടാക്കുക. എന്ത് മാറ്റമാണ് നിരീക്ഷിച്ചത്? ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണ്? രാസപ്രവർത്തനത്തിൻ്റെ സമീകരിച്ച രാസസമവാക്യം എഴുതുക. എന്താ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് കോപ്പർ കാർബണേറ്റ് എടുത്തിട്ടുണ്ട് അല്ലേ? കോപ്പർ കാർബണേറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോപ്പർ കാർബണേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ചൂടാക്കാൻ പറഞ്ഞു. അവിടെ നമ്മൾ ഹീറ്റ് കൊടുത്തു അല്ലേ? ചൂടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? എന്താണ് ഉണ്ടാകാം? CuO+ കാർബൺ ഡൈ ഓക്സൈഡ്, CO2 അല്ലേ ഉണ്ടാകുന്നത്? അപ്പോൾ കോപ്പർ ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ കോപ്പർ കാർബണേറ്റ് ചൂടാക്കുമ്പോൾ ഈ
ഇതിൻ്റെ കളർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പർ ഓക്സൈഡിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കും കേട്ടോ. ബ്ലാക്ക് കറുപ്പ് കളറായിരിക്കും ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. വാഹനങ്ങളിൽ എയർ ബാഗ് വിടരുന്നതിൻ്റെ രസതന്ത്രം എന്താണ്? വാഹനങ്ങളിൽ സുരക്ഷയ്ക്കായി എയർ ബാഗുകൾ ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപകടം സംഭവിക്കുമ്പോൾ എയർ ബാഗുകൾ പൊടുന്നനെ വിടരുകയും ആഘാതത്തിൽ നിന്ന് ഡ്രൈവറെയും യാത്രികരെയും ഒരു പരിധിവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം എയർ ബാഗ് വിടരുന്നത് സോഡിയം അയഡൈഡ്, സോഡിയം അസൈഡ് സോഡിയം അസൈഡ് എന്ന രാസപദാർത്ഥം വിഘടന രാസപ്രവർത്തനത്തിന് വിധേയമായി ഉണ്ടാകുന്ന നൈട്രജൻ വാതകം ബാഗിൽ നിറയുന്നതിൻ്റെ ഫലമായിട്ടാണ്. അതായത് നമുക്കറിയാം, നമ്മൾ വാഹനങ്ങളിൽ സുരക്ഷയ്ക്കായിട്ട് എയർ ബാഗുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇതെന്തിനാണ് എയർ ബാഗ് ഉപയോഗിക്കുന്നത്? അപകടം സംഭവിക്കുമ്പോൾ ഈ എയർ ബാഗ് സംഭവിക്കും, പെട്ടെന്ന് വിടർന്നിട്ട് ഈ ആഘാതത്തിൽ നിന്ന് ഡ്രൈവറെയും യാത്രികരെയും സംരക്ഷിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് എയർ ബാഗ് വിടരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ സോഡിയം അസൈഡ് എന്ന് പറയുന്ന രാസപദാർത്ഥം ഉണ്ട്. ഇത് വിഘടന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? നൈട്രജൻ വാതകം ബാഗിൽ നിറയും. അതിൻ്റെ ഫലമായിട്ട്, അതായത് നോക്കി നോക്കിയാൽ ഈ സോഡിയം അസൈഡ് എന്ന് പറയുന്നത് വിഘടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? സോഡിയം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ നൈട്രജൻ അതിലേക്ക് നിറയുമ്പോഴാണ് അല്ലേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ രാസപ്രവർത്തനത്തിന് വിധേയമായിട്ട് നൈട്രജൻ വാതകം ബാഗിൽ നിറയും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ എയർ ബാഗ് വിടരുന്നത്. എയർ ബാഗ് വിടരുന്നതിന് കാരണം എന്താണ്? ഈ നൈട്രജൻ എന്ന് പറയുന്നത് അവിടെ നിറയാണ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ് നൈട്രജൻ റിലീസ് ആയത്? എങ്ങനെയാണ്? അവിടെ സോഡിയം അസൈഡ് എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം ഉണ്ടായിരുന്നു, അത് വിഘടിച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അവിടെ നൈട്രജൻ ഉണ്ടായത്. നൈട്രജൻ ബാഗിൽ നിറയുമ്പോഴാണ് എയർ ബാഗ് വിടരുന്നത്. വാഹനത്തിന് മുൻവശത്ത് കൂട്ടിയിടി തിരിച്ചറിയുന്ന സെൻസറുകളുണ്ട്. കൂട്ടിയിടി നടക്കുമ്പോൾ ഈ സെൻസറുകൾ ഒരു ഇലക്ട്രിക് സിഗ്നൽ ഉപയോഗിച്ച് ചെറിയ അളവിലുള്ള ഒരു ഇഗ്നൈറ്റർ സംയുക്തത്തെ പൊട്ടിത്തെറിപ്പിക്കുന്നു. ഈ ജ്വലനത്തിൽ നിന്നുള്ള താപം സോഡിയം അസൈഡിനെ വിഘടിപ്പിച്ച് എയർ ബാഗിൽ നിറയ്ക്കാൻ ആവശ്യമായ നൈട്രജൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്നു. 0.03 സെക്കൻഡ് സമയം മാത്രമാണ് ഇതിന് വേണ്ടി വരുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? വാഹനത്തിന് മുൻവശത്ത് കൂട്ടിയിടി തിരിച്ചറിയുന്ന ചില സെൻസേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഈ സെൻസർ എന്ത് ചെയ്യുമ്പോൾ ഒരു കൂട്ടിയിടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെൻസറുകൾ അവിടുത്തെ ഇലക്ട്രിക് സിഗ്നൽ ഉപയോഗിച്ചിട്ട് ചെറിയ അളവിലുള്ള ഒരു ഇഗ്നൈറ്റർ സംയുക്തത്തെ പൊട്ടിത്തെറിപ്പിക്കും. എന്താണ് സംഭവിക്കുന്നത്? ഈ സിഗ്നൽ ഉപയോഗിച്ചിട്ട് ചെറിയ അളവിൽ ഒരു ഇഗ്നൈറ്റർ എന്ന് പറയുന്ന ഒരു സംയുക്തത്തെ പൊട്ടിത്തെറിപ്പിക്കും. അങ്ങനെയാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഈ ജ്വലനത്തിൽ ഉണ്ടാകുന്ന താപമാണ് ഈ സോഡിയം അസൈഡിനെ വിഘടിപ്പിച്ചിട്ട് എയർ ബാഗിൽ നിറയ്ക്കാൻ ആവശ്യമായ നൈട്രജൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനൊക്കെ ചെറിയ സെക്കൻഡ് സമയമാണ് വേണ്ടി വരുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ സോഡിയം അസൈഡിനെയാണ് വിഘടിപ്പിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്? നൈട്രജൻ ഉണ്ടാകുന്നത്. ഈ നൈട്രജൻ വാതകമാണ് ബാഗിൽ നിറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കണം? അവിടെ ഒരു ഹീറ്റ് ഉണ്ടാകണം. ഈ ഹീറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മളൊരു വണ്ടി ഒന്ന് ജസ്റ്റ് ക്രാഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? അവിടുത്തെ ഇലക്ട്രിക് സിഗ്നൽ, അവിടെ കുറേ സെൻസേഴ്സ് ഉണ്ടാവുന്നു അല്ലേ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഒരു ഇലക്ട്രിക് സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് സിഗ്നൽ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു പൊട്ടിത്തെറി അവിടെ സംഭവിക്കും. പൊട്ടിത്തെറി ചെറിയൊരു സൗണ്ട് അല്ലേ, ഒരു ഇഗ്നൈറ്റർ എന്ന് പറയുന്ന സംയുക്തത്തെ പൊട്ടിത്തെറിപ്പിക്കും. അപ്പം ഇങ്ങനെ സംയുക്തം പൊട്ടിത്തെറിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ജ്വലനത്തിൽ നിന്നുള്ള താപമാണ് ഈ സോഡിയം അസൈഡ് ഉപയോഗിക്കുന്നത്. എന്നിട്ടാണ് നൈട്രജൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടാക്കുന്നത്, നൈട്രജൻ എന്ന് പറയുന്ന വാതകം ഉണ്ടാക്കുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2-3 ml സോഡിയം ക്ലോറൈഡ് ലായനി എടുക്കുക. അതിലേക്ക് സിൽവർ നൈട്രേറ്റ് ലായനി ചേർക്കുക. എന്താണ് നിരീക്ഷിച്ചത്? അപ്പോൾ അതിൻ്റെ രാസസമവാക്യം നമുക്ക് തന്നിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ് സിൽവർ നൈട്രേറ്റുമായിട്ട് പ്രവർത്തിച്ചു അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്? നോക്കി നോക്കിയേ, സിൽവർ ക്ലോറൈഡ് ഉണ്ടായി, അതുപോലെ തന്നെ സോഡിയം നൈട്രേറ്റും ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചേഞ്ച് ആയി അല്ലേ. പ്രവർത്തന ഫലമായി ലഭിച്ച അവക്ഷിപ്തം ഏത് ഉൽപ്പന്നത്തിൻ്റെതാണെന്ന് പറയാമോ? ഏത് ഉൽപ്പന്നമാണ് ഉണ്ടായിട്ടുള്ളത്? വൈറ്റ് പ്രസിപ്പേറ്റ്, അതായത് അവക്ഷിപ്തം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതാണത്? സിൽവർ ക്ലോറൈഡും അതുപോലെ തന്നെ സോഡിയം നൈട്രേറ്റ് ആണ് അല്ലേ. അഭികാരകങ്ങളിലൊന്നായ സോഡിയം ക്ലോറൈഡിൽ സോഡിയം അയണുമായി ചേർന്നിരിക്കുന്ന അയോൺ ഏതാണ്? നാം പറഞ്ഞു സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി എന്ന് പറഞ്ഞു അല്ലേ. ഈ സോഡിയം ക്ലോറൈഡിലെ ക്ലോറൈഡ് എന്താക്കി സിൽവറിലേക്ക് വന്നു അല്ലേ. ക്ലോറൈഡ് എന്ന് പറയുന്നത് സിൽവറിലേക്ക് വന്നു. അതുപോലെ തന്നെ നൈട്രേറ്റ് എന്ന് പറയുന്നത് സിൽവറിലുള്ളത് പോയിട്ട് എന്തിലേക്ക് വന്നു? സോഡിയത്തിലേക്ക് വന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അയൺസ് അവിടെ ചേഞ്ച് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ.
അപ്പോൾ ഇവിടെ സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും തമ്മിലുള്ള പ്രവർത്തനത്തിൽ അയോണുകളെ പരസ്പരം വെച്ച് മാറുകയാണ് ചെയ്തത്. രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചു മാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകുന്ന തരം പ്രവർത്തനത്തെയാണ് ദ്വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഈ സോഡിയം ക്ലോറൈഡ് അതുപോലെ തന്നെ സിൽവർ നൈട്രേറ്റും കൂടി പ്രവർത്തിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ സോഡിയത്തിലെ ക്ലോറൈഡ് എന്ന് പറയുന്ന അയൺ എന്തായി മാറി? ഇവിടെ നമുക്ക് സോഡിയം ഉണ്ട്, അതുപോലെ തന്നെ സിൽവർ ഉണ്ട് അല്ലേ. ഇതിലെന്ത് സംഭവിച്ചു? ഈ സോഡിയത്തിലെ ക്ലോറിൻ എന്ന് പറയുന്നത് അല്ലേ, ക്ലോറൈഡ് എന്ന് പറയുന്ന അയൺ ഈ സിൽവറിൻ്റെ ഒപ്പമായി മാറി. അപ്പോൾ എന്തായി? AgCl ആയി അല്ലേ, AgCl ആയി. അതുപോലെ തന്നെ ഇവിടെ എന്താണ് NO3 എന്ന് പറയുന്നത്, നൈട്രേറ്റ് എന്ന് പറയുന്ന അയണ് സിൽവറിൻ്റെ ഉണ്ടായിരുന്നത് അത് സോഡിയത്തിലേക്ക് വന്നു. അപ്പം ഇങ്ങനെ മാറിയ പ്രവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഇങ്ങനെ മാറുന്ന പ്രവർത്തനത്തെയാണ് ദ്വിവിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഈ ദ്വിവിഘടന രാസപ്രവർത്തനങ്ങളെ നമുക്ക് 3 വിധത്തിൽ തരംതിരിക്കാം. അവക്ഷിപ്ത രൂപീകരണ രാസപ്രവർത്തനങ്ങൾ, അതായത് അവക്ഷിപ്ത രൂപീകരണ രാസപ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ലൈനിൽ നിന്ന് വേർതിരിച്ച് എടുക്കാനാകുന്ന അലേയ സംയുക്തങ്ങളാണ് അവക്ഷിപ്തങ്ങൾ എന്ന് പറയുന്നത്. അവക്ഷിപ്തങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ലൈനിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനെയാണ് എന്ന് പറയുന്നത് അവക്ഷിപ്ത രൂപീകരണ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യം ക്ലോറൈഡും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും കൂടി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായത് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് അവക്ഷിപ്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അവക്ഷിപ്തങ്ങൾ നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റും. അതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാതക രൂപീകരണ രാസപ്രവർത്തനങ്ങൾ എന്ന് വെച്ചാലോ, വാതക രൂപീകരണ രാസപ്രവർത്തനങ്ങൾ നോക്കിയേ. കാൽസ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി പ്രവർത്തിച്ചപ്പോൾ കാൽസ്യം ക്ലോറൈഡ് ഉണ്ടായി, അതുപോലെ തന്നെ ജലം ഉണ്ടായി, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന എന്തുണ്ടായി? വാതകം ഉണ്ടായി. അതാണ് വാതക രൂപീകരണ രാസപ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ. ഉൽപ്പന്നങ്ങളിൽ ഒന്നെങ്കിലും അയോണുകളായി വേർതിരിക്കപ്പെടാതെ സംയുക്തം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ട്. അതുപോലെ അതായത് ഉൽപ്പന്നങ്ങളിൽ നമ്മൾ പറഞ്ഞു അയോണുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അല്ലേ, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. ഇതിൽ അയോണുകൾ ഇങ്ങനെ വേർതിരിക്കപ്പെടാതെ സംയുക്തം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതായത് എക്സാമ്പിളാണ് ഒരു ആസിഡും ലോഹ ഹൈഡ്രോക്സൈഡും കൂടി പ്രവർത്തിച്ചത്. അതായത് നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് തന്നിരിക്കേണ്ടത്. ഒരു ആസിഡ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആസിഡും ലോഹ ഹൈഡ്രോക്സൈഡും കൂടി തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ജലവും ലവണവും ലഭിക്കുന്ന നിർവീകരണ രാസപ്രവർത്തനങ്ങൾ എന്തിന് എക്സാമ്പിളാണ്? ഈ മൂന്നാമത്തെ ദ്വിവിഘടന രാസപ്രവർത്തനത്തിന് എക്സാമ്പിളാണ്. മൂന്നാമത്തെ ദ്വിവിഘടന രാസപ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? ഉൽപ്പന്നങ്ങളിൽ ഒന്നെങ്കിലും അയോണുകളായി വേർതിരിക്കപ്പെടാത്ത സംയുക്തം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താ പറഞ്ഞത്? നിർവീരീകരണ രാസപ്രവർത്തനങ്ങൾ. നിർവീരീകരണ രാസപ്രവർത്തനങ്ങൾ ഇതിന് എക്സാമ്പിൾ ആണെന്നും പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്? രാസപ്രവർത്തനങ്ങൾ, ദ്വിവിഘടന രാസപ്രവർത്തനങ്ങൾ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് അവക്ഷിപ്തം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ്, അതുപോലെ തന്നെ 2 വാതകം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. മൂന്നാമത്തേൽ എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും ഒന്നിന് അയോണുകളായിട്ട് വേർതിരിക്കപ്പെടാതെ സംയുക്തം ഉണ്ടാകുന്ന പ്രവർത്തനമാണ്. അതിന് എക്സാമ്പിളാണ് നിർവീരീകരണ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു രാസപ്രവർത്തനം തന്നിട്ടുണ്ട് അല്ലേ, ബേരിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും കൂടി പ്രവർത്തിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ബേരിയം സൾഫേറ്റും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടായെന്ന് കാണിച്ചിട്ടുണ്ട്. നോക്കി, ബേരിയം ക്ലോറൈഡിൽ ഇവിടെ എന്താ സംഭവിച്ചേ? BA എന്ന് പറയുന്നത് അല്ലേ, ബേരിയത്തിനൊപ്പമാണ് അവിടെ ക്ലോറിൻ ഉണ്ടായിരുന്നത് അല്ലേ. ഇതെന്താ സംഭവിച്ചു? ഹൈഡ്രജനൊപ്പമായിട്ട് മാറി അല്ലേ, ഹൈഡ്രജനൊപ്പമായിട്ട് മാറി. അതുപോലെ തന്നെ ഇവിടെ SO4 എന്ന് പറയുന്നത് എന്താണ്? ബേരിയത്തിൻ്റെ ഒപ്പമായിട്ട് മാറി. SO4 എന്ന് പറയുന്നത് ബേരിയത്തിൻ്റെ ഒപ്പമായിട്ട് മാറി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചേഞ്ച് ആയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചേഞ്ച് ആകുന്ന പ്രവർത്തനത്തെയാണെന്ന് പറയുന്നത് ദ്വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ദ്വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 മില്ലി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലൽപ്പം സിങ്ക് തരികൾ ഇട്ടതിന് ശേഷം ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കത്തിച്ച തീപ്പെട്ടിക്കുള്ളി കൊണ്ടുവരിക. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? ചെറിയൊരു ശബ്ദമുണ്ടാകും. അപ്പോൾ എന്താ പറയുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് സിങ്ക് തരികൾ ഇടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു തീപ്പെട്ടിക്കുള്ളി കൊണ്ടുവരാണ്.
അങ്ങനെ ചൂടാകുമ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന വാതകം ഏതാണ്? ഏത് വാതകമായിരിക്കും അങ്ങനെ ശബ്ദത്തോട് കത്തിയിട്ടുണ്ടായിരിക്കുക? ഹൈഡ്രജനാണ് അല്ലേ? ഹൈഡ്രജനാണ് കത്തിയിട്ടുണ്ടായിരിക്കുക. ഈ രാസപ്രവർത്തനത്തിൻ്റെ സമീകരിച്ച് രാസസമവാക്യം ചൂടി നൽകിയിരിക്കുന്നത് നോക്കും. ഇപ്പോൾ സിങ്ക് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ സിങ്ക് ക്ലോറൈഡും അതുപോലെ തന്നെ എന്താ സംഭവിച്ചത്? ഹൈഡ്രജനും ഉണ്ടായി അല്ലേ? രാസപ്രവർത്തന ഫലമായി ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl എന്ന അഭികാരകത്തിലെ ഹൈഡ്രജന് പകരം ഉൽപ്പന്നത്തിൽ വന്നു ചേർന്ന ആറ്റം ഏതാണ്? എന്താണ്? HCl എന്ന് പറയുന്ന അഭികാരകത്തിലെ ഹൈഡ്രജന് പകരം വന്നത്, Clൻ്റെ ഇപ്പുറത്ത് ഏതാ വന്നിരിക്കുന്നത്? സിങ്ക് ആണ് വന്നിരിക്കുന്നത് അല്ലേ? സിങ്ക് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന സംയുക്തത്തിലെ ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റി ആ സ്ഥാനത്തേക്ക് സിങ്ക് ആറ്റം വന്നു ചേർന്നു. സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സംയുക്തത്തിലെ ഒരു മൂലകത്തെ മാറ്റിയിട്ട് മറ്റൊരു മൂലകം കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് പറയാം അതിനെ ആദേശ രാസപ്രവർത്തനങ്ങളാണ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഇവിടെ സിങ്ക് AgNO3 അല്ലേ, സിൽവർ നൈട്രേറ്റുമായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുള്ളത് നോക്കി നോക്കിയേ, ZnO3 ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? Agക്ക് പകരം എന്താണ് കയറി വന്നത്? സിങ്ക് ആണ് കയറി വന്നത് അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് എന്ത് പ്രവർത്തനത്തിൻ്റെ എക്സാമ്പിളാണെന്ന് പറയാം? ആദേശ രാസപ്രവർത്തനമാണെന്ന് പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അയണായിട്ട് പ്രവർത്തിക്കുന്നത് Fe+CuSO4 തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? FeSO4 ഉണ്ടാകും. FeSO4 ഉണ്ടാകും. അതുപോലെ തന്നെ Cu ഉണ്ടാകും. ഓക്കെ, Cu ഉണ്ടാകും. അപ്പോൾ ഇവിടെ SO4, Cuവിൻ്റെ സ്ഥാനത്തുള്ള SO4ന് പകരം അല്ലേ എന്താ വന്നത്? Cuവിന് പകരം എന്താ വന്നത്? Fe ആണ് വന്നത്. അപ്പോൾ നമ്മൾ ആദേശം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആദേശ രാസപ്രവർത്തനമാണെന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ സിങ്ക് CuSO4 ആയിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ZnSO4 ഉണ്ടായി അല്ലേ? ZnSO4 ഉണ്ടായി. അതായത് SO4ൻ്റെ സ്ഥാനത്ത് Cu ആയിരുന്നു. Cuവിന് പകരം നമുക്ക് എന്ത് വന്നു? സിങ്ക് ആണ് വന്നത്. പ്ലസ് എന്നാണ് Cu അല്ലേ? അപ്പോൾ നമുക്കിതെന്ന് പറയാം ആദേശ രാസപ്രവർത്തനമാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദേശ രാസപ്രവർത്തനം എന്താണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംയോജന രാസപ്രവർത്തനത്തിൻ്റെ സവിശേഷത എന്ന് വെച്ചാൽ എന്തായിരുന്നു? രണ്ട് റിയാക്റ്റൻസ് തമ്മിൽ കമ്പൈൻ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടായി അല്ലെ? ഒരു മിശ്രിതം അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉണ്ടായി അല്ലേ? ഒന്നോ രണ്ടോ അഭികാരങ്ങൾ തമ്മിൽ പ്രവർത്തിച്ചപ്പോൾ ഒരു ഉൽപ്പന്നം ഉണ്ടായി. അതിനെയാണ് സംയോജന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി വിഘടന രാസപ്രവർത്തനം എന്ന് വെച്ചാൽ എന്തായിരുന്നു? വിഘടന രാസപ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? എന്താ ചെയ്ത്? വിഘടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? രാസപ്രവർത്തനത്തിൽ വിഘടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അപ്പം റിയാക്റ്റൻ സൈഡ്, അതായത് നമ്മൾ അഭികാരങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ആ ഒരു സൈഡിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കുള്ളൂ. ഡികമ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കുള്ളൂ. അതെ, എവിടെ പറഞ്ഞത്? അതെ, ഇവിടെ എന്താണ്? റിയാക്റ്റൻ്റെ സൈഡിൽ എന്താണ്? ഒരു കോമ്പൗണ്ട് ഉള്ളൂ അല്ലേ? ഒരു കോമ്പൗണ്ട് ഉള്ളൂ. പക്ഷേ അപ്പുറത്ത് ഉൽപ്പന്നങ്ങളുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് ഡികമ്പോസിഷൻ, വിഘടന രാസപ്രവർത്തനം എന്ന് പറഞ്ഞത്. ഇനി പിന്നെ നാം പറഞ്ഞത് വിഘടന രാസപ്രവർത്തനം പറഞ്ഞു, പിന്നെ ദ്വിഘടന രാസപ്രവർത്തനം പറഞ്ഞു അല്ലേ? അവിടെ എന്താ സംഭവിച്ചു? രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറാണ് ചെയ്യുന്നത് അല്ലേ? രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകൾ മാറാണ് ചെയ്യുന്നത്. അതിനെയാണ് ദ്വിവിഘടന രാസപ്രവർത്തനം എന്ന് പറഞ്ഞത്. ഇനി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞത്. ഇനി എന്താണ് തെർമേറ്റ്? ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിൻ്റെയും പൈറോടെക്നിക് മിശ്രിതമാണ് തെർമേറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും സാധാരണമായ ഒരു തെർമേറ്റ് മിശ്രിതമാണ് അയൺ തെർമേറ്റ്. ഇത് അയൺ ഓക്സൈഡ്, അലുമിനിയം പൊടി എന്നിവയുടെ മിശ്രിതമാണ്. തെർമേറ്റ് മിശ്രിതത്തെ ചൂടാക്കുമ്പോൾ അലുമിനിയം അയൺ ഓക്സൈഡിൽ നിന്ന് അയണിനെ ആദേശം ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിൽ ഉയർന്ന അളവിൽ താപം മോചിക്കപ്പെടുന്നതിനാൽ ഉണ്ടായ അയൺ ഉരുകിയ അവസ്ഥയിലാണ് ലഭിക്കുന്നത്. റെയിൽവേ പാളങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ തെർമേറ്റ് പ്രക്രിയയിലൂടെ പരിഹരിക്കാനായിട്ട് പറ്റും. അതായത് ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിൻ്റെയും പൈറോടെക്നിക് മിശ്രിതമാണ് തെർമേറ്റ് എന്ന് പറയുന്നത്.
ഏറ്റവും സാധാരണമായിട്ടുള്ള തെർമേറ്റ് എന്ന് വെച്ചാൽ ഏതാണ്? അയൺ തെർമേറ്റ് ആണ്. സാധാരണയായിട്ട് ഇത് അയൺ ഓക്സൈഡ്, അലുമിനിയം പൊടി എന്നിവയുടെ മിശ്രിതമാണ് അയൺ തെർമേറ്റ് എന്ന് പറയുന്നത്. ഈ തെർമേറ്റ് മിശ്രിതത്തെ ചൂടാക്കുമ്പോൾ അലുമിനിയം അയൺ ഓക്സൈഡിൽ നിന്ന് അയണിനെ ആദേശം ചെയ്യും. അലുമിനിയം എന്താണ് ചെയ്യുന്നത്? അയൺ ഓക്സൈഡിൽ നിന്ന് അയണിനെ ആദേശം ചെയ്യും. ഈ പ്രവർത്തനത്തിൽ ഉയർന്ന അളവിൽ താപം മോചിക്കപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അയൺ ഉരുകിയ അവസ്ഥയിലാണ് ലഭിക്കുക. ഇതാണ് സാധാരണയായിട്ട് ഈ റെയിൽവേ പാളങ്ങളിലൊക്കെ ചെറിയ വിള്ളലുകൾ മാറ്റുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ രാസപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. സംയോജന രാസപ്രവർത്തനം, വിഘടന രാസപ്രവർത്തനം, ദ്വിവിഘടന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് അല്ലേ. ഇനി രാസപ്രവർത്തന വേഗം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ അവിടെ പറയുന്നുണ്ട്. രാസപ്രവർത്തന വേഗം. മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ ചില രാസപ്രക്രിയകൾ സംഭവിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയൊക്കെ. ഒന്ന്, സ്ഫോടനം സംഭവിക്കുന്നത് കാണാം. അയൺ തുരുമ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് പാറകൾക്കുണ്ടാകുന്ന മാറ്റം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല്ലിലെ പോട് അടയ്ക്കുന്നതും കാണുന്നുണ്ട് അല്ലേ. ഈ രാസപ്രവർത്തനങ്ങളെല്ലാം ഒരേ വേഗത്തിലാണോ നടക്കുന്നത്? പല്ലിൻ്റെ പോട് അടയ്ക്കുമ്പോൾ രാസമിശ്രിതം പല്ലിനോട് ഒട്ടിച്ചേരുന്നത് വളരെ സാവധാനത്തിലാണെങ്കിൽ ആഹാരം കഴിക്കുക എത്ര ശ്രമകരമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അതുപോലെ അയൺ തുരുമ്പിക്കുന്ന രാസപ്രവർത്തനം വളരെ വേഗത്തിലായാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണ്? ആഹാര സാധനങ്ങൾ കേടുവരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് സ്വീകരിക്കുന്നത്? ഉപ്പിലിട്ട് വയ്ക്കും അല്ലേ. അതുപോലെ തന്നെ പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കും, തണുപ്പിച്ച് സൂക്ഷിക്കും. എല്ലാ രാസപ്രവർത്തനങ്ങളും ഒരേ വേഗത്തിലല്ല നടക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് എന്താണ് കൊളീഷൻ സിദ്ധാന്തം എന്ന് നോക്കാം. കൊളീഷൻ സിദ്ധാന്ത പ്രകാരം ഒരു രാസപ്രവർത്തനം സംഭവിക്കുന്നത് അഭികാരക കണികകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴാണ്. അഭികാരക കണികകൾ തമ്മിലുള്ള എല്ലാ കൂട്ടിമുട്ടലുകളും ഉൽപ്പന്ന രൂപീകരണത്തിലേക്ക് എത്തണമെന്നില്ല. അപ്പോൾ ഒരു രാസപ്രവർത്തനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സംഭവിക്കുന്ന എന്താണ്? അഭികാര കണികകൾ പരസ്പരം കൂട്ടിമുട്ടുന്നതാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ കൂട്ടിമുട്ടണമെന്നില്ല. ഉൽപ്പന്ന രൂപീകരണത്തിലേക്ക് എത്തുന്ന കൂട്ടിമുട്ടലുകളെ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൂട്ടിമുട്ടലുകളുടെ ഫലമായിട്ട് ഉൽപ്പന്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കെന്ന് പറയാം അത് കറക്റ്റായിട്ട് നടന്നു എന്ന് പറയാം അല്ലേ. ഫലവത്തായ കൂട്ടിമുട്ടലുകളാണെന്ന് പറയാം. ഫലവത്തായ കൂട്ടിമുട്ടലുകൾ നടക്കണമെങ്കിൽ അഭികാരക കണികകൾക്ക് ഒരു നിശ്ചിത അളവിൽ കൂടുതലുള്ള ഊർജ്ജം ആവശ്യമാണ്. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണം കൂടുന്നതും ഊർജ്ജം കൂടുന്നതും ഫലവത്തായ കൂട്ടിമുട്ടലുകൾക്ക് കാരണമാവുകയും രാസപ്രവർത്തന വേഗം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അഭികാര കണികകൾക്ക് കൂടുതലും ഊർജ്ജം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം? ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ കണികളുടെ എണ്ണം കൂടുന്നത്, ഊർജ്ജം കൂടുന്നതൊക്കെ ഫലവത്തായ കൂട്ടിമുട്ടലുകൾക്ക് കാരണമാകുന്നുണ്ട്. രാസപ്രവർത്തന വേഗം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ടെന്ന്. അതിലൊന്നാണ് അഭികാരകങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കി നോക്കൂ. ഇപ്പോൾ 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ തുല്യവ്യാപ്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ഈ 3 എണ്ണത്തിലും ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് എന്താണ്? പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മെഗ്നീഷ്യം ഇട്ടു, ഇവിടെ കോപ്പർ ഇട്ടു, അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഇട്ടിട്ടുള്ളത്? ഇവിടെ കോപ്പർ ഇട്ടു കേട്ടോ. ഇവിടെ കോപ്പർ ഇട്ടു, ഇവിടെ സിങ്ക് ഇട്ടു, ഇവിടെ മെഗ്നീഷ്യം ഇട്ടു. ഓക്കെ. ഇനി ടെസ്റ്റ് ട്യൂബ് 1, അതായത് നമുക്ക് ടെസ്റ്റ് ട്യൂബ് 1 എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കും കേട്ടോ. കോപ്പറിനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല, ബബിൾസ് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ. ടെസ്റ്റ് ട്യൂബ് 1 ബബിൾസ് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. ടെസ്റ്റ് ട്യൂബ് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ബബിൾസ് കാണാനായിട്ട് സാധിക്കും. ടെസ്റ്റ് ട്യൂബ് 3, അതായത് മെഗ്നീഷ്യം ഇട്ടയിലാണെന്നുണ്ടെങ്കിൽ നന്നായി ബബിൾസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായി ബബിൾസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഏത് ടെസ്റ്റ് ട്യൂബിലായിരിക്കും രാസപ്രവർത്തന വേഗം കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം? മെഗ്നീഷ്യം ഇട്ടയിലായിരിക്കും, അതായത് ടെസ്റ്റ് ട്യൂബ് 3 ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ വ്യാപ്തവും ലോഹങ്ങളുടെ വലിപ്പവും തുല്യമായതിനാൽ കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം എന്നീ ലോഹങ്ങളുടെ സ്വഭാവത്തിലുള്ള സവിശേഷത കാരണമാണ് രാസപ്രവർത്തന വേഗം വ്യത്യാസപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ വ്യാപ്തം എല്ലാത്തിനും തുല്യമാണ് അല്ലേ. കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം എന്നീ ലോഹങ്ങളുടെ സ്വഭാവത്തിലുള്ള സവിശേഷത കാരണമാണ് ഇവിടെ വ്യത്യാസം വന്നത്. രാസപ്രവർത്തന വേഗത്തിലും മറ്റ് വ്യത്യാസം ഉണ്ടായത്. സോഡിയം സാധാരണ താപനിലയിൽ ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുമ്പോൾ മെഗ്നീഷ്യം വളരെ സാവധാനത്തിലാണ് ജലവുമായി പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? സോഡിയം എന്ന് പറയുന്നത് റിയാക്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഡിയത്തിനാണ് മോർ റിയാക്റ്റീവ് ദെൻ മെഗ്നീഷ്യത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്ന ഏതാണ്? സോഡിയമാണ്. അതിനാൽ തന്നെ സോഡിയമാണ് നല്ല ഇതിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു.
അപ്പോൾ എന്ത് സംഭവിച്ചത്? സോഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് സോഡിയമാണ് മെഗ്നീഷ്യത്തിനേക്കാളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതായത് ഓരോ മൂലകത്തിനും ഓരോ എലമെൻസിനും എന്തുണ്ടായിരിക്കും, ഓരോരോ സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കും. മെഗ്നീഷ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ സോഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ റിയാക്റ്റൻസ് ഉള്ളതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്ന സോഡിയമാണ്. അതിനാൽ തന്നെ സാധാരണ താപനിലയിലും ജലവുമായിട്ട് തീവ്രമായിട്ട് പ്രവർത്തിച്ചു. ഇനി മെഗ്നീഷ്യത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പരീക്ഷണത്തിൽ നോക്കിയപ്പോൾ മെഗ്നീഷ്യത്തിനായിരുന്നു കൂടുതൽ, സിങ്കിന് കുറവായിരുന്നു, ഇതിനേക്കാളും കുറവായിരുന്നു കോപ്പറിനുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഫോസ്ഫറസിൻ്റെ രൂപാന്തരങ്ങൾ. വെളുത്ത ഫോസ്ഫറസും ചുവന്ന ഫോസ്ഫറസും മൂലക ഫോസ്ഫറസിൻ്റെ 2 രൂപാന്തരങ്ങളാണ്. വായുവിലെ ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ വെളുത്ത ഫോസ്ഫറസ് ജ്വലിക്കുന്നു. വായുവിലെ ഓക്സിജനുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ വെളുത്ത ഫോസ്ഫറസ് ആണ് ലഭിക്കുന്നത്. എന്നാൽ ചുവന്ന ഫോസ്ഫറസിനെ വളരെ കുറേ നാൾ വായുവിൽ തുറന്നു വയ്ക്കാൻ സാധിക്കും. അതായത് വെളുത്ത ഫോസ്ഫറസ്, ചുവന്ന ഫോസ്ഫറസിൻ്റെ 2 രൂപാന്തരങ്ങളാണ്. വായുവിലെ ഓക്സിജനുമായിട്ട് സമ്പർക്കം പുലർത്തുകയാണെന്നുണ്ടെങ്കിൽ വെളുത്ത ഫോസ്ഫറസ് ജ്വലിക്കും, ഓക്കെ, കത്തും. എന്നാൽ ചുവന്ന ഫോസ്ഫറസ് എന്താണ്? വായുവിലുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അതിനാൽ തന്നെ കുറേ നേരം അല്ലെങ്കിൽ കുറേ കാലം വായുവിൽ തുറന്നു വയ്ക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പറഞ്ഞു രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം എന്തായിരുന്നു? അഭികാരകങ്ങളുടെ സ്വഭാവമായിരുന്നു. ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അഭികാരകങ്ങളുടെ ഗാഢതയാണ്. 2 ടെസ്റ്റ് ട്യൂബുകളിലായി തുല്യവ്യാപ്തം ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. അപ്പോൾ 2 ടെസ്റ്റ് ട്യൂബുകളിൽ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും എടുത്തിട്ടുണ്ട്. യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണമാണ് ഗാഢത എന്ന് പറയുന്നത്. ഗാഢത എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണത്തെയാണ് ഗാഢത എന്ന് പറയുന്നത്. എങ്കിൽ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് യൂണിറ്റ് വ്യാപ്തത്തിൽ HCl തന്മാത്രകൾ കൂടുതലായിട്ടുള്ളത്? ഏതിലായിരിക്കും കൂടുതലായിട്ടുണ്ടായിരിക്കും? നമുക്കിവിടെ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതൽ ഗാഢത ഉള്ളത്? ഏതിനാണ് കോൺസെൻട്രേഷൻ കൂടുതലാണ്? ഗാഢ HCl-നാണോ നേർപ്പിച്ച HCl-നാണോ കൂടുതലായിട്ട് തന്മാത്രകളുള്ളത്? ഗാഢ HCl-ലാണ് അല്ലേ? ഗാഢ HCl-ലാണ് കൂടുതൽ തന്മാത്രകൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 2 ടെസ്റ്റ് ട്യൂബിലേക്കും തുല്യ മാസമുള്ള മെഗ്നീഷ്യം റിബൺ ഇടാണ്. മെഗ്നീഷ്യം റിബൺ ഇട്ടാൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഗ്നീഷ്യം റിബൺ ഇടാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ട്യൂബ് 1-ൽ നന്നായിട്ട് ബബിൾസ് ഉണ്ടായിരിക്കും. നോക്കി ഇവിടെ നന്നായി ബബിൾസ് ഉണ്ട്. രണ്ടാമത്തേലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബബിൾസ് ഉള്ളൂ. രാസപ്രവർത്തന വേഗം ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതലായിട്ടുള്ളത്? ഏതിനായിരിക്കും? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തതിനായിരിക്കും അല്ലേ? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിൽ രാസപ്രവർത്തന വേഗം കൂടുതലായിരിക്കുന്നതിന് കാരണം യൂണിറ്റ് വ്യാപ്തത്തിലുള്ള അഭികാരക തന്മാത്രകളുടെ എണ്ണം കൂടുതലായിരിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ? അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിക്കുന്തോറും യൂണിറ്റ് വ്യാപ്തത്തിലെ കണികകളുടെ എണ്ണം കൂടി. അതിൻ്റെ ഫലമായിട്ട് കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിച്ചു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് രാസപ്രവർത്തന വേഗവും വർദ്ധിച്ചു. അപ്പോൾ എങ്ങനെയാണ് എന്താ പറഞ്ഞത്? അതായത് ഗാഢ HCl-യും അതുപോലെ തന്നെ നേർപ്പിച്ച HCl-യും എടുത്തിട്ടുണ്ട്. ഗാഢ HCl-ലാണ് കൂടുതലായിട്ട് അവിടെ പ്രവർത്തന വേഗം നടന്നതെന്ന് പറഞ്ഞല്ലേ? എന്ത് കാരണമായിരിക്കും? അവിടെ നമ്മൾ പറഞ്ഞു കൂടുതലായിട്ട് ബബിൾസ് ഉണ്ടായെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവിടെ കൂടുതൽ ബബിൾസ് ഉണ്ടായത്? എങ്ങനെയാണ് ഇവിടെ എന്താ സംഭവിച്ചത്? അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എന്തായാലും കൂടുതൽ ബബിൾസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അഭികാരങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടായിരിക്കും, തന്മാത്രകളുടെ എണ്ണം കൂടിയിട്ടുണ്ടായിരിക്കും അല്ലേ? തന്മാത്രകളുടെ എണ്ണം കൂടി, അതിനനുസരിച്ച് അഭികാരങ്ങളുടെ ഗാഢത വർദ്ധിക്കും തോറും എന്ത് സംഭവിച്ചു? കണികളുടെ എണ്ണം കൂടി. കണികകളുടെ എണ്ണം കൂടിയപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കൂട്ടിമുട്ടലുകൾ നന്നായി വർദ്ധിച്ചപ്പോൾ രാസപ്രവർത്തന വേഗവും കൂടി. സ്റ്റീൽ കമ്പിച്ചുരുൾ വായുവിൽ ചൂടാക്കിയാൽ അത് ചുട്ടുപഴുത്ത് ചുവന്ന നിറമായി മാറുകയും സാവധാനം ഓക്സീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ചുട്ടുപഴുത്ത കമ്പി ചുരുൾ ഓക്സിജൻ സമൃദ്ധമായ അന്തരീക്ഷ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ശക്തമായി കത്തുകയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. എന്താണ് ഇതിന് കാരണം? അതായത് ചിത്രം മേൽ കാണുന്നത് പോലെ ഒരു കമ്പിച്ചുരുൾ എടുത്തിട്ടുണ്ട്. ഈ കമ്പിച്ചുരുൾ വായുവിൽ ചൂടാക്കാണ്. അപ്പോൾ നമുക്കറിയാം വായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21% അല്ലേ? 21% മാത്രമാണ് ഓക്സിജൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറവാണ്. അതിനാൽ തന്നെ അത് ചുട്ടുപഴുത്ത് ചുവന്ന നിറമായിട്ട് മാറാണ് ചെയ്യുക. കുറച്ച് നേരം കഴിഞ്ഞാൽ അത് ഓക്സീകരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ചിത്രം ബിയിൽ കാണുന്നത് പോലെ ഓക്സിജൻ സമൃദ്ധമായി, അതായത് ഓക്സിജൻ്റെ അളവ് കൂടുതലുള്ള ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് ഈ കമ്പി ചുരുൾ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചുട്ടുപഴുത്ത കമ്പി ചുരുൾ ഓക്സിജൻ സമൃദ്ധമായി അന്തരീക്ഷ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് നന്നായിട്ട് കത്തും.
നന്നായിട്ട് ശക്തമായിട്ട് കത്തുകയും ചെയ്യും, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് ഇതിന് കാരണം? എന്താണ് നമ്മൾ പറഞ്ഞത്? അതായത് നമ്മൾ ഓക്സിജനും കുറവുള്ള വായുവിലാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21% മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അവിടെ അളവ് കുറവാണ്. അപ്പോൾ ഓക്സിജൻ്റെ ഗാഢത അല്ലെങ്കിൽ എന്താ പറയുക, കോൺസെൻട്രേഷനും കുറവാണെന്ന് പറയാം. അതിനാലാണ് അവിടെ ചുട്ടുപഴുക്കം മാത്രം ചെയ്തിട്ടുള്ളൂ, കത്തിയിട്ട് നേരെ ഓക്സീകരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഓക്സിജൻ നന്നായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണ്? അവിടെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാസപ്രവർത്തന അല്ലേ, എന്താണ് പറഞ്ഞത്? അഭികാരകങ്ങളുടെ സ്വഭാവം, അതുപോലെ തന്നെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് അഭികാരകങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അഭികാരകങ്ങളുടെ ഗാഢത അല്ലേ, ഗാഢത ആശ്രയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നെക്സ്റ്റ് മൂന്നാമത്തെയാണ് അഭികാരകങ്ങളുടെ പ്രതല പരപ്പളവ് എന്ന് പറയുന്നത്. നോക്കി ഇവിടെ ഈ ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാർബിൾ കഷ്ണം ഇട്ടിട്ടുണ്ട് ഒരു ബീക്കറിൽ. അതിലാണെന്നുണ്ടെങ്കിൽ നേർപ്പിച്ച HCl ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ അപ്പുറത്തെ ബീക്കറിലാണെന്നുണ്ടെങ്കിൽ എന്താണ് കാണുന്നത്? മാർബിൾ പൊടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. നേർപ്പിച്ച HCl മാർബിൾ പൊടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരകങ്ങൾ എന്തൊക്കെയാണ്? മാർബിൾ കഷ്ണം എന്ന് വെച്ചാൽ എന്താ? മാർബിൾ എന്ന് വെച്ചാൽ കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലേ. കാൽസ്യം കാർബണേറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ HCl, ഇത് രണ്ടാണ് ഇവിടുത്തെ അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രവർത്തനത്തിന് രാസസമവാക്യം നോക്കി. CaSO3 + 2HCl gives CaCl2 + പിന്നെ ഇതാ കിട്ടിയിരിക്കുന്നത് ജലം കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടിയിട്ടുണ്ട് അല്ലേ. മാർബിൾ കഷ്ണവും തുല്യ മാസുള്ള മാർബിൾ പൊടിയും എടുക്കുക. തുല്യ വ്യാപ്തവും ഒരേ ഗാഢതയുമുള്ള നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ഇവയെ പ്രവർത്തിപ്പിച്ച നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക. ഇവിടെ രാസപ്രവർത്തന വേഗം രണ്ട് ബീക്കറിലും ഒരുപോലെയാണോ നോക്കിയേ. അല്ല അല്ലേ. നമ്മൾ നേരത്തെ കണ്ടതിൽ പറഞ്ഞു കുമിളകൾ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? രാസപ്രവർത്തന വേഗത കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യത്തേതിനേക്കാൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തേലാണ് കൂടുതലായിട്ട് രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുതലായിട്ടുള്ളത് അല്ലേ. ഇനി മാർബിളിൻ്റെ പ്രതല പരപ്പളവ് തുല്യമാണോ? അല്ല അല്ലേ. ആദ്യത്തേലാണെന്നുണ്ടെങ്കിൽ എന്താണ്? മാർബിൾ ചെറിയ കഷ്ണങ്ങളാക്കി, മാർബിൾ കഷ്ണം അങ്ങനത്തോട് കൂടി ഇട്ടേക്കാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തിലാണെന്നുണ്ടെങ്കിൽ മാർബിൾ പൊടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. പ്രതല പരപ്പളവ് കൂടുമ്പോൾ അഭികാരക തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ നിരക്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? എന്ത് മാറ്റമാണ് ഉണ്ടായത്? കൂടാണ് ചെയ്തത് അല്ലേ. പ്രതല പരപ്പളവ് കൂടുമ്പോൾ എന്ത് സംഭവിച്ചു? അഭികാരക തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ നിരക്ക് എന്ത് സംഭവിച്ചു? കൂടാണ് ചെയ്തത്. ഇനി മാർബിൾ തരികളെ അതിസൂക്ഷ്മമായി പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവർത്തന വേഗത്തിൽ എന്ത് മാറ്റമുണ്ടാകും? കൂടും അല്ലേ. മാർബിൾ തരികളെ അതിസൂക്ഷ്മമായി നന്നായി പൊടിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ രാസപ്രവർത്തന വേഗത കൂടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഖരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളിൽ വേഗത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് പ്രതല പരപ്പളവ്. പദാർത്ഥങ്ങളെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റുകയോ പൊടിച്ച് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ പ്രതല പരപ്പളവ് വർദ്ധിക്കുകയും തന്മൂലം ഫലവത്തായ കൂട്ടിമുട്ടലുകളിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തന വേഗം കൂടുകയും ചെയ്യുന്നു. എന്താണ് പറഞ്ഞത്? പദാർത്ഥങ്ങളെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റുകയോ അല്ലെങ്കിൽ പൊടിച്ച് ഉപയോഗിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രതല പരപ്പളവ് കൂടും. ഓക്കെ. പദാർത്ഥങ്ങൾ ചെറു കഷ്ണങ്ങളാക്കി മാറ്റിയാൽ അതായത് അങ്ങനെ ഇടണേക്കാളും അല്ലേ. ഇപ്പോൾ അങ്ങനെ ഇടാണെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു സ്പേസ് വരുന്നുള്ളൂ അല്ലേ. എന്നാൽ അത് പൊടിച്ചിടാണെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രതല പരപ്പളവ് കൂടുന്നുണ്ട്. അപ്പോൾ പദാർത്ഥങ്ങളെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റുകയോ പൊടിച്ചുപയോഗിക്കുകയോ ചെയ്യുമ്പോൾ പ്രതല പരപ്പളവ് വർദ്ധിക്കും. അതുമൂലം ഫലവത്തായ കൂട്ടിമുട്ടലുകളിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കും. അതുമൂലം എന്ത് സംഭവിക്കും? രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടും. വിറക് ചെറു കഷ്ണങ്ങളാക്കുമ്പോൾ വേഗത്തിൽ കത്തുന്നതിനുള്ള കാരണം മനസ്സിലായല്ലോ. എന്താണ്? പ്രതല പരപ്പളവ് കൂടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? കൂട്ടിമുട്ടലുകൾ നന്നായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടും. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ട് പറ്റുക? പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താണ് നാരങ്ങ കലക്കാമെന്ന് വിചാരിക്കും, വെള്ളം കലക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർത്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലയിക്കും അല്ലേ. അതുപോലെ തന്നെ കടലാസ് കെട്ടുകൾ കത്തിക്കുമ്പോൾ കടലാസ് വേർപ്പെടുത്തി ഇടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തും അല്ലേ. അപ്പോൾ അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഈ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പ്രതല പരപ്പളവ് അല്ലേ. അഭികാരകങ്ങളുടെ പരപ്പളവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. അഭികാരങ്ങളുടെ പ്രതല
പരപ്പിളവ്. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുകയോ പൊടിക്കുകയാണെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രതല വിസ്തീർണം കൂടും. പ്രതല വിസ്തീർണം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കൂട്ടിമുട്ടലുകളും കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? നന്നായി നല്ല വേഗത്തിൽ രാസപ്രവർത്തന വേഗത രാസപ്രവർത്തനം കൂടുതലായിട്ട് വേഗത്തിൽ നടക്കുകയും ചെയ്യും. അഭികാരകങ്ങളുടെ ഭൗതികാവസ്ഥയും രാസപ്രവർത്തന വേഗവും. രാസപ്രവർത്തന വേഗവും അഭികാരകങ്ങളുടെ ഭൗതികാവസ്ഥയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഖരാവസ്ഥയിലുള്ള സിങ്ക് സൾഫേറ്റും ബേരിയം നൈട്രേറ്റും തമ്മിൽ കലർത്തിയാൽ അവയ്ക്കിടയിൽ പ്രകടമായ പ്രവർത്തനമൊന്നും നടക്കുന്നില്ല. എന്നാൽ അവയുടെ ജലീയ ലായനികൾ തമ്മിൽ കലർത്തുമ്പോൾ ഉടൻ തന്നെ ബേരിയം സൾഫേറ്റിന്റെ ഒരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകുന്നു. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? രാസപ്രവർത്തന വേഗവും അഭികാരങ്ങളുടെ ഭൗതികാവസ്ഥയും തമ്മിൽ ബന്ധമുണ്ട്. അതായത് ഖരാവസ്ഥയിലുള്ള ഒരു സിങ്ക് സൾഫേറ്റും ബേരിയം നൈട്രേറ്റും എടുക്കാണ്, അത് കലർത്താണെന്നുണ്ടെങ്കിൽ അവിടെ വലിയ വ്യത്യാസമൊന്നും നടക്കില്ല. എന്നാൽ അവയുടെ ജലീയ ലായനികൾ തമ്മിൽ കലർത്താണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബേരിയം സൾഫേറ്റിന്റെ ഒരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകും. ഇത്തരത്തിൽ രാസപ്രവർത്തനം നടന്ന് ഉൽപ്പന്നമുണ്ടായത് തന്മാത്രകൾ ഫലപ്രദമായി കൂട്ടിമുട്ടിയത് കൊണ്ടാണ്. ഇത്തരത്തിൽ രാസപ്രവർത്തനം നടന്ന് ഉൽപ്പന്നമുണ്ടായത് എങ്ങനെയാണ്? തന്മാത്രകൾ ഫലപ്രദമായി കൂട്ടിമുട്ടിയത് കൊണ്ടാണ്. അതായത് അഭികാരകങ്ങളുടെ ഭൗതികാവസ്ഥ അവയുടെ രാസപ്രവർത്തന വേഗം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അഭികാരകങ്ങളുടെ ഭൗതികാവസ്ഥ അവയുടെ രാസപ്രവർത്തന വേഗം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ദ്രാവക ഗ്യാസലിൻ ജ്വലിക്കുന്നതിനേക്കാളും സ്ഫോടനാത്മകമായി ഗ്യാസലിൻ ബാഷ്പം ജ്വലിക്കുന്നതും ഇക്കാരണത്താലാണ്. ഓക്കെ, അപ്പോൾ രാസപ്രവർത്തന വേഗത എന്ന് പറയുന്നത് ഈ അവസ്ഥയും തമ്മിൽ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ സിങ്ക് സൾഫേറ്റും ബേരിയം നൈട്രേറ്റും ഖരാവസ്ഥയിലുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും കാണില്ല. എന്നാൽ ഇത് ജലീയ ലൈനി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കും, പെട്ടെന്ന് ഒരു വെളുത്തൊരു അവക്ഷിപ്തം ഉണ്ടാകുന്നതിനായിട്ട് കാണാനായിട്ട് സാധിക്കും. ബേരിയം സൾഫേറ്റിൻ്റെ ഒരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകുന്നതിനായിട്ട് കാണാനായിട്ട് പറ്റും. ഇത്തരത്തിൽ രാസപ്രവർത്തനം നടന്ന ഉൽപ്പന്നമുണ്ടായത് എന്താണ്? തന്മാത്രകൾ ഫലപ്രദമായിട്ട് കൂട്ടിമുട്ടിയത് കൊണ്ടാണ്. അതായത് അഭികാരകങ്ങളുടെ ഭൗതികാവസ്ഥ അവയുടെ രാസപ്രവർത്തന വേഗം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് 2 ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് എടുക്കുക. 2 ടെസ്റ്റ് ട്യൂബായിട്ട് എടുത്തിട്ടുണ്ട്. എന്താണ് എടുത്തിരിക്കുന്നത്? നേർപ്പിച്ച HCl ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്നിട്ടുള്ളത് മുട്ടത്തോടാണ് ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തിലാണെന്നുണ്ടെങ്കിൽ മുട്ടത്തോട് പൊടിച്ചിട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തന വേഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത്? രണ്ടാമത്തേലായിരിക്കും അല്ലേ. നേരത്തെ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെ. ഫസ്റ്റത്തെ മാർബിൾ കഷ്ണം പറഞ്ഞു, ഇവിടെ നിന്നാണ് മുട്ടത്തോട് പറയുന്നത് മാത്രം. ഇതിന് കാരണം എന്താണ്? പൊടിച്ചിടാണെന്നുണ്ടെങ്കിൽ പ്രതല വിസ്തീർണം കൂടും. പ്രതല വിസ്തീർണം കൂടാണെങ്കിൽ എന്ത് സംഭവിക്കും? കൂട്ടിമുട്ടലുകൾ കൂടും. കൂട്ടിമുട്ടലുകൾ കൂടുമ്പോൾ രാസപ്രവർത്തന വേഗവും കൂടുന്നു. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. അപ്പോൾ മുട്ടത്തോടെന്ന് വെച്ചാൽ എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലേ. കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ രാസസമവാക്യം എങ്ങനെ എഴുതാൻ പറ്റും? കാൽസ്യം കാർബണേറ്റ് പ്ലസ് എന്താണ്? HCl അല്ലേ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. HClഉം കൂടി പ്രവർത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കാൽസ്യം ക്ലോറൈഡ് ഉണ്ടായി, അതുപോലെ തന്നെ ജലം ഉണ്ടായി, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായി. ഓക്കെ, ആഘോഷവേളകൾക്ക് പൊലിമ കൂട്ടാൻ ഉപയോഗിക്കുന്ന പടക്കങ്ങളിൽ മഗ്നീഷ്യം ഉപയോഗിക്കുന്നുണ്ട്. മഗ്നീഷ്യം കത്തുമ്പോൾ നല്ല തിളക്കമുണ്ടാകും. ഇവിടെ ഉപയോഗിക്കുന്നത് മഗ്നീഷ്യം പൊടിയാണ്. എന്തായിരിക്കും കാരണം? നമ്മൾ പറഞ്ഞു മഗ്നീഷ്യം പൊടിയാണെന്ന് പറയുന്നുണ്ട് അല്ലേ. നേരത്തെ പറഞ്ഞ റീസൺ തന്നെയില്ല. അപ്പോൾ പൊടിയാണ്. അതായത് പ്രതല വിസ്തീർണം അവിടെ കൂടും. പ്രതല വിസ്തീർണം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കൂട്ടിമുട്ടലുകൾ കൂടും. അപ്പോൾ രാസപ്രവർത്തന വേഗതയും കൂടും. അതിനാലാണ് ആഘോഷവേളകളിൽ മഗ്നീഷ്യം പൊടി ഉപയോഗിക്കുന്നത്, വേഗത്തിൽ കത്തുന്നതിനായിട്ടാണ് അല്ലേ. ഇനി രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന വേറൊരു ഘടകമാണ് താപനില. അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവ തമ്മിൽ പ്രവർത്തിച്ചാൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുന്നത്? നോക്കിയേ. അമോണിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട് അല്ലേ. അമോണിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ടുണ്ട്. ഇവ തമ്മിൽ പ്രവർത്തിച്ചപ്പോൾ എന്ത് ലഭിച്ചു? സോഡിയം ക്ലോറൈഡ് ലഭിച്ചു. അതുപോലെ തന്നെ ജലം ലഭിച്ചു. പിന്നെന്താണ്? അമോണിയം ലഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് സോഡിയം ക്ലോറൈഡ്, ഉപ്പ് അല്ലേ, ഉപ്പ്. അതുപോലെ തന്നെ ജലം, അതുപോലെ തന്നെ എന്താണ്? അമോണിയം ലഭിച്ചിട്ടുണ്ട്. ഈ പരീക്ഷണം നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 ml അമോണിയം ക്ലോറൈഡ് ലായനി എടുക്കുക. അതിലേക്ക് മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന 2 ml സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ഒഴിക്കുക. അതായത് അമോണിയം ക്ലോറൈഡ് ലായനി എടുത്തിട്ടുണ്ട്, അതിൽ അമോണിയം ക്ലോറൈഡ് ലായനിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ml സോഡിയം ഹൈഡ്രോക്സൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം തന്നെയാണ് പറയുന്നത് അല്ലേ. അമോണിയം ക്ലോറൈഡിൽ അതുപോലെ തന്നെ കുറച്ച് എന്താണ് എടുത്തിരിക്കുന്നത്?
സോഡിയം ഹൈഡ്രോക്സൈഡ് ലൈൻ ഒഴിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടായതായി നിരീക്ഷിച്ചോ. എന്താണ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക? അമോണിയ ഉണ്ടായെന്ന് പറഞ്ഞു അല്ലേ. ചിത്രം 5.9 കാണുന്നത് പോലെ ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് നിന്ന് നമ്മുടെ മൂക്കിലേക്ക് വായു വരുന്ന തരത്തിൽ കൈ വീശി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗന്ധം അനുഭവപ്പെടും. എന്തായിരിക്കും അനുഭവപ്പെടാം? ടെസ്റ്റ് ട്യൂബ് ചൂടാക്കിയ ശേഷം വീണ്ടും ഗന്ധം പരിശോധിക്കുക. ചൂടാക്കിയപ്പോഴാണ് അമോണിയയുടെ രൂക്ഷഗന്ധം ലഭിച്ചത്. അപ്പോൾ ആദ്യം ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്മെല്ല്, ഒരു ബാഡ് സ്മെൽ ഉണ്ടാവുള്ളൂ. എന്നാൽ നന്നായി ചൂടാക്കിയപ്പോൾ അമോണിയയുടെ രൂക്ഷഗന്ധമാണ് നമുക്ക് ലഭിച്ചത്. അതായത് പ്രവർത്തന വേഗം വർദ്ധിച്ചത് താപനിലയിൽ ഉണ്ടായ വർധനവ് മൂലമാണ്. അപ്പം എന്താ പറഞ്ഞത്? ആദ്യം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുള്ളൂ അല്ലേ, അങ്ങനെയല്ല പറയുന്നത്. നോക്കി കേട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ലായനി ഒഴിക്കുകയും ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ ഒഴിച്ചപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊരു സ്മെല്ലുണ്ടായി. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല. എന്നാൽ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ല് കിട്ടും. അതായത് അമോണിയയുടെ സ്മെല്ല് ലഭിക്കും. ഓക്കെ, അപ്പോൾ അമോണിയയുടെ സ്മെല്ല് ലഭിക്കാൻ കാരണം എന്താണ്? അവിടെ താപനില കൂട്ടിയില്ലേ. താപനില ഉണ്ടായപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഈ നമുക്ക് നല്ലൊരു സ്മെല്ല്, അതായത് അവിടെ ഒരു പ്രവർത്തന വേഗത കൂടാണ് ചെയ്തത്. രാസപ്രവർത്തന വേഗത കൂടിയാലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയത് അല്ലേ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരകങ്ങൾ ഉൽപ്പന്നമായി മാറണമെങ്കിൽ അഭികാരക കണികകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഈ ഊർജത്തെ ത്രെഷോൾഡ് എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരകങ്ങൾ ഉൽപ്പന്നമായി മാറണമെങ്കിൽ അഭികാരക കണികകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഈ ഊർജത്തെയാണ് എന്തെന്ന് പറയുന്നത്? ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അഭികാരകങ്ങളെ ചൂടാക്കുമ്പോൾ കണികകളുടെ ഗതികോർജം വർദ്ധിക്കുന്നു. അഭികാരകങ്ങളെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? കണികകളുടെ ഗതികോർജം എന്ന് വെച്ചാൽ എന്താണ്? നന്നായിട്ട് അനങ്ങാൻ, നന്നായി ചലിക്കുകയാണെന്നെങ്കിൽ നമ്മൾ അതിനെന്ന് പറയുന്നത് ഗതികോർജം എന്ന് പറയുന്നു അല്ലേ. ഇനി ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണെന്നെങ്കിൽ മാത്രം എന്ന് പറയുന്നതിനെ പൊട്ടൻഷ്യൽ എനർജി, ഗതികോർജം എന്നാണ് പറയുക. കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ, ഗതികോർജം എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ന് പറയുന്നത് ഗതികോർജം എന്ന് പറയുന്നത്. അപ്പോൾ ഗതികോർജം കൂടി, അതായത് താപനില വർദ്ധിക്കുമ്പോൾ ത്രെഷോൾഡ് എനർജി കൈവരിച്ച കണികകളുടെ എണ്ണം കൂടുന്നു. തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? താപനില കൂടിയപ്പോൾ കണികകളുടെ എണ്ണം കൂടി, അതിനനുസരിച്ച് കൂട്ടിമുട്ടലുകൾ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? രാസപ്രവർത്തന വേഗതയും കൂടി. നെക്സ്റ്റ്, സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തന ക്രമം ചൂടി നൽകിയിട്ടുണ്ട്. നോക്കി നോക്കാം. ഒരു ബീക്കറിൽ സോഡിയം തയോസൾഫേറ്റിൻ്റെ നേർപ്പിച്ച ലായനി തയ്യാറാക്കുക. സോഡിയം തയോസൾഫേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബീക്കറിൽ എന്താണ്? സോഡിയം തയോസൾഫേറ്റ് എന്ന് പറയുമ്പോൾ Na2S2O3 എന്ന് പറയുന്ന ലായനി എടുത്തിട്ടുണ്ട്. ഓക്കെ, സോഡിയം തയോസൾഫേറ്റ് നേർപ്പിച്ച ലായനി എടുത്തിട്ടുണ്ട്. ഈ ലായനി തുല്യ അളവിൽ 2 ടെസ്റ്റ് ട്യൂബുകളാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 ടെസ്റ്റ് ട്യൂബുകളിലാക്കി ഈ 2 ടെസ്റ്റ് ട്യൂബുകളിൽ ഒരേ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുകയാണ് അല്ലേ. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് വേഗത്തിൽ അവക്ഷിപ്തം രൂപപ്പെടുന്നത്? അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും, ജലം ഉണ്ടാവും, അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും, അതുപോലെ സൾഫർ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അവക്ഷിപ്തം രൂപപ്പെടുന്ന ഏതിലായിരിക്കും? രണ്ടാമത്തെ ബീക്കറിലായിരിക്കും. കാരണം എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബിന് അല്പസമയം ചൂടാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ചൂടാക്കിയ ഏത് ബീക്കറാണോ അതിലായിരിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഈ അവക്ഷിപ്തം രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവക്ഷിപ്തം എന്ന് വെച്ചാൽ യെല്ലോ കളറാണ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായിരിക്കുക? എന്തുകൊണ്ടായിരിക്കും യെല്ലോ കളർ ഉണ്ടായിട്ടുണ്ടായിരിക്കും? അവിടെ സൾഫർ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് വേഗത്തിൽ അവക്ഷിപ്തം രൂപപ്പെടുന്നത്? നമ്മൾ എടുത്തത് രണ്ടാമത്തേലാണ് ചൂടാക്കിയെന്നുണ്ടെങ്കിൽ അതിലായിരിക്കും. അപ്പോൾ ഇവിടെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിച്ച ഘടകം ഏതാണ്? താപനിലയാണ്. ഇനി നെക്സ്റ്റ്, രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന വേറൊരു ഘടകമാണ് ഉൽപ്രേരകങ്ങളുടെ സ്വാധീനം. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന സംയുക്തത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ വീടുകളിലും ആശുപത്രിയിലുമൊക്കെ അണുനാശിനിയായി ഹൈഡ്രജൻ പെറോക്സൈഡിനെ ജലീലായി ഉപയോഗിക്കാറുണ്ട്. ഒരു മിനിറ്റ്, അതിന് മുമ്പ് നമുക്കിതിൻ്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? സോഡിയം തയോസൾഫേറ്റ് ആണ് അല്ലേ. Na2S2O3 എന്ന് പറയുന്നത് നമ്മെ HCl ആയിട്ട് അല്ലേ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കല്ലേ ചെയ്ത. അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 2NaCl + H2O + SO2
പ്ലസ് എന്താണ് സൾഫർ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സൾഫർ ടൈസ് മാത്രം. ഓക്കെ, സൾഫർ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ വീടുകളിലും ആശുപത്രിയിലുമൊക്കെ അണുനാശിനിയായിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ജലീയ ലായനി ഉപയോഗിക്കാറുണ്ട്. കോവിഡിൻ്റെ ആക്രമണം രൂക്ഷമായിരുന്ന സമയത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ചിരുന്നല്ലോ. വിഘടന രാസപ്രവർത്തനത്തിനെ വിധേയമാക്കുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് ഓക്സിജൻ സ്വതന്ത്രമാക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്താ പറയുന്നത്, സാനിറ്റൈസറിലൊക്കെയാണ് കൂടുതലായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത്. അതായത് അണുനാശിനിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡാണ്. അപ്പോൾ സാനിറ്റൈസറൊക്കെ നമുക്ക് കൂടുതലായിട്ട് കോവിഡ് സമയത്താണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജനെ കൂടുതലായിട്ട് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചു, അപ്പോൾ എന്ത് സംഭവിച്ചു? ജലം ഉണ്ടായി, അതുപോലെ തന്നെ ഓക്സിജൻ നന്നായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി എടുക്കുക. ബോയിലിംഗ് ട്യൂബിനുള്ളിലേക്ക് എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. ചന്ദനത്തിരി കത്തുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ബോയിലിംഗ് ട്യൂബിനുള്ളിലേക്ക് അല്പം മാംഗനീസ് ഡയോക്സൈഡ് ചേർത്തതിന് ശേഷം വീണ്ടും എരിയുന്ന ചന്ദനത്തിരി ട്യൂബിനുള്ളിലേക്ക് കാണിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്തിട്ടുണ്ട് അല്ലേ. ബോയിലിംഗ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഒരു ചന്ദനത്തിരി കാണിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദനത്തിരി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയ വ്യത്യാസമൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ചെറുതായിട്ടുള്ള ഇപ്പോൾ ചന്ദനത്തിരി എങ്ങനെയാണോ കത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും. പക്ഷേ എന്ത് ചെയ്യുകയാണ്, ഈ എരിയുന്ന ചന്ദനത്തിരി ട്യൂബിനുള്ളിലേക്ക് എന്താണ് കാണിച്ചിരിക്കുന്നത്? മാംഗനീസ് ഡയോക്സൈഡ് ചേർത്തിട്ടുണ്ട്. മാംഗനീസ് ഡയോക്സൈഡ് ചേർക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നന്നായിട്ട് കത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം വർദ്ധിച്ച് കൂടുതൽ ഓക്സിജൻ പുറത്ത് വരുന്നതാണ്. അവിടെ നിന്ന് സംഭവിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം വർദ്ധിക്കും, അപ്പോൾ കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വരുന്നതാണ് അതിന് കാരണം. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിന് വിഘടന വേഗം വർദ്ധിപ്പിച്ചത് മാംഗനീസ് ഡയോക്സൈഡ് എന്ന പദാർത്ഥമാണ് അല്ലേ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അവിടെ ചന്ദനത്തിരി കത്തുന്നതൊക്കെ നമ്മൾ കാണാനായിട്ട് സാധിച്ചു. എന്നാൽ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? മാംഗനീസ് ഡയോക്സൈഡ് അല്ലേ, മാംഗനീസ് ഡയോക്സൈഡ് ചേർത്തപ്പോഴാണ് നന്നായിട്ട് കത്തുന്നത് കാണാനായിട്ട് സാധിച്ചത്. അതായത് ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വേഗത കൂട്ടിയത് എന്ത് കാരണമാണ്? മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറയുന്ന പദാർത്ഥമുള്ള കാരണമാണ്. പ്രവർത്തനം പൂർത്തിയായ ശേഷം ലായനിയെ ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചെടുക്കും. ഫിൽറ്റർ പേപ്പറിൽ അവശേഷിക്കുന്ന പദാർത്ഥം ഏതാണ്? എന്താണ്? മാംഗനീസ് ഡയോക്സൈഡ് തന്നെയായിരിക്കും അവിടെ കിട്ടുന്ന പദാർത്ഥം എന്ന് പറയുന്നത്. മാത്രമല്ല സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൻ്റെ അളവിലും ഗുണത്തിലും മാറ്റം ഉണ്ടായിട്ടില്ല എന്നും ബോധ്യമാകും. സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാക്കാതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിൽ മാംഗനീസ് ഡയോക്സൈഡ് ഇട്ടു. പക്ഷേ ഈ മാംഗനീസ് ഡയോക്സൈഡ് അവിടെ എന്ത് ചെയ്യുന്നില്ല? മാംഗനീസ് ഡയോക്സൈഡ് അവിടെ ഒരു പുതിയ പദാർത്ഥം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അളവിൽ മാറ്റം വരികയോ അല്ലെങ്കിൽ ഗുണത്തിൽ മാറ്റം വരികയോ ആ പദാർത്ഥത്തിനൊന്നിലും ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? അവിടെ വേഗത കൂട്ടാൻ മാത്രമല്ലേ, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിനെ സഹായിക്കുകയാണ് അവിടെ ചെയ്തതെന്ന് പറയാം അല്ലേ. അപ്പോൾ സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാക്കാതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ഉൽപ്രേരകങ്ങൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനത്തിൽ മാംഗനീസ് ഡയോക്സൈഡ് ഒരു ഉൽപ്രേരകമായാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ എന്താ പറയുന്നത് നോക്കാം. നമുക്ക് ചുറ്റും കാണുന്ന ചില പ്രവർത്തനങ്ങളിൽ താപനിലയുടെ സ്വാധീനം തിരിച്ചറിയൂ. ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കാനായി നമ്മൾ അരച്ചു വയ്ക്കുന്ന മാവ് സാധാരണ താപനിലയിൽ വളരെ വേഗത്തിൽ പുളിച്ചു പൊങ്ങി വരുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ റെഫ്രിജറേറ്ററിലാണ് മാവ് സൂക്ഷിക്കുന്നതിൽ പൊങ്ങി വരുന്നത് സാവധാനത്തിലായിരിക്കും. അതുപോലെ മിന്നാമിനിങ്ങിന് കെമിലൂമിനൻസ്, നമുക്കറിയാം മിന്നാമിനുങ്ങ് തിളങ്ങുന്നതിന് കാരണം എന്താണ്? കെമിലൂമിനസെൻസ് പ്രഭാവത്താലാണ് അല്ലേ, വെളിച്ചം പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. ഇപ്രകാരം ചില രാസവസ്തുക്കൾ മിശ്രണം ചെയ്ത ലൈറ്റ് സ്റ്റിക്കുകൾക്കും വെളിച്ചം പുറപ്പെടുവിക്കാനായിട്ട് കഴിയും. ഇത്തരം ലൈറ്റ് സ്റ്റിക്കുകൾക്ക് ഉയർന്ന താപനിലയിൽ തീവ്രതയുള്ള പ്രകാശം പുറത്തേക്ക് വിടുവാനായിട്ട് കഴിയും. അപ്പോൾ താപനിലയുടെ ചെറിയ എക്സാമ്പിൾസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ നോക്കാം. ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്.
ഇതുപോലെ ചുവടെ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ ഉൽപ്രേരകങ്ങൾ നോക്കും. നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ പെറോക്സൈഡിന് മാഗ്നീസ് ഡൈ ഓക്സൈഡ് ആണ് സഹായിച്ചത് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ഹേബർ പ്രക്രിയ വഴിയുള്ള അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തെ എന്താ പറയുക, ഹേബിയ പ്രക്രിയ അല്ലെ, ഹേബർ പ്രക്രിയ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഹേബർ പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന എന്താണ് അയേൺ ആണ് അല്ലേ. അയേൺ ആണ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സമ്പർക്ക പ്രക്രിയ ആണെന്നുണ്ടെങ്കിലോ, എന്താണ് സമ്പർക്ക പ്രക്രിയ എന്തിൻ്റെ നിർമ്മാണത്തിനാണ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിനാണ്. ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? വെനേഡിയം പെൻറ്റോക്സൈഡ് ആണ് ഇവിടുത്തെ ഉൽപ്രേരകം എന്ന് പറയുന്നത്. അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരകങ്ങളുടെ സ്വഭാവം, ഗാഢത, പ്രതലപരപ്പളവ് എന്നിവയ്ക്ക് പുറമെ താപനിലയും ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യവും രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? ഹേബർ പ്രക്രിയ എന്ന് പറയുന്നത് അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഉൽപ്രേരകം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? അയേൺ ആണ്. ഇനി സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണമാണ്. ഇവിടെ ഉപയോഗിക്കുന്നതാണ് വെനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരകങ്ങളുടെ സ്വഭാവം, ഗാഢത, പ്രതലപരപ്പളവ് എന്നിവയ്ക്ക് പുറമെ താപനിലയും ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യവും രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഉൽപ്രേരണങ്ങൾ പ്രകൃതിയിൽ എങ്ങനെയാണെന്ന് നോക്കാം. പ്രകൃതിയിൽ പല ഉൽപ്രേരണ പ്രക്രിയകളും സംഭവിക്കുന്നുണ്ട്. ജീവനുള്ള ഓരോ കോശത്തിലും ആയിരക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ സാധാരണ താപനിലയിലും മർദ്ദത്തിലും സംഭവിക്കുന്നു. ഈ രാസപ്രവർത്തന വേഗത്തെ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ തന്മാത്രകൾ ത്വരിതപ്പെടുത്തുന്നതിനാൽ അവ ഉൽപ്രേരകങ്ങളാണ്. ഉദാഹരണമായി ഉമിനീരിൽ കാണപ്പെടുന്ന അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ജീവനുള്ള ഓരോ കോശത്തിലും നമുക്കറിയാം കുറേ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. സാധാരണ താപനിലയിലും മർദ്ദത്തിന് സംഭവിക്കുന്നുണ്ട്. ഈ രാസപ്രവർത്തന വേഗത്തെ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ തന്മാത്രകൾ ത്വരിതപ്പെടുത്തുന്നത് എന്താണ്? ഉൽപ്രേരകങ്ങളാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ രാസപ്രവർത്തന വേഗത്തെ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ തന്മാത്രകൾ ത്വരിതപ്പെടുത്തുന്നതിനാൽ ഇവ ഉൽപ്രേരകങ്ങളാണ്. ഉദാഹരണമായിട്ട് ഉമിനീരിൽ കാണപ്പെടുന്ന അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ് എന്ന് പറയുന്നത് അമിലേസ് എന്ന് പറയുന്നത്. ഇനി ഉൽപ്രേരകവും മാജിക്കും. കൽക്കണ്ടം ചൂടാക്കിയാൽ ഉരുകുന്നു, എന്നാൽ ജ്വലനവിധേയമാകില്ല. പക്ഷേ അല്പം ചാരം അതിൽ പുരട്ടിയതിന് ശേഷം ഉരുക്കുകയാണെങ്കിൽ കൽക്കണ്ടം ജ്വലിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ചാരത്തിലുള്ള ചില ലോഹസംയുക്തങ്ങളാണ് കൽക്കണ്ടത്തിൻ്റെ ജ്വലനത്തിൽ ഉൽപ്രേരകമായി വർത്തിക്കുന്നത്. അതായത് കൽക്കണ്ടം നമ്മൾ ജസ്റ്റ് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല അല്ലേ. അതായത് ജ്വലിക്കില്ല, അവിടെ എന്താണ് കത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചാരം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ചാരം അതിൻ്റെ പുറത്ത് കൽക്കണ്ടത്തിൽ കുറച്ച് വെതറിയിട്ട് നമുക്ക് കത്തിക്കുകയാണെങ്കിൽ നന്നായിട്ട് കത്തുന്നത് കാണാനായിട്ട് സാധിക്കും. അവിടെ എന്താണ് എന്തായിട്ടുള്ളത്? അവിടെ കാറ്റലിസ്റ്റ് ഉൽപ്രേരകത്തിൻ്റെ സഹായം. ഉൽപ്രേരകം എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ് അവിടെ അയൺ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താണോ ഇപ്പോൾ ചാരത്തിൽ എന്താണോ ഉള്ളത് അതായിരിക്കും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം ഇപ്പോൾ നമ്മൾ പറഞ്ഞു അമോണിയയിലാണെന്നുണ്ടെങ്കിൽ അമോണിയ എന്ന് പറയുന്നത് ഹേബർ പ്രക്രിയയാണ്. അതിൽ നമ്മൾ ഉപയോഗിച്ചത് അയൺ ആണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഓരോ പ്രവർത്തനത്തിലും ഓരോ കാറ്റലിസ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടായിരിക്കും ഇവിടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ഇനി ബൊംബാർഡിയർ ബീറ്റിൽ സ്വയം രക്ഷയ്ക്കായി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഉൽപ്രേരണ വിഘടനം ഉപയോഗിക്കുന്നു. ബീറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ദ്രുതഗതിയിലുള്ള താപമോചക പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. തൽഫലമായി നീരാവിയും അസ്വസ്ഥത ഉളവാക്കുന്ന മറ്റ് രാസവസ്തുക്കളും പുറന്തള്ളപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ